ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നേ ഞാൻ ഈ വെജിറ്റബിൾ പീലറിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സാധാരണ നിങ്ങളെല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഈ പീലർ അല്ലേ? ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് വെജിറ്റബിളിൻ്റെയൊക്കെ തൊലി പീൽ ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയൊന്നും വേണ്ട എല്ലാത്തിൻ്റെയും വെജിറ്റബിളിൻ്റെയും തൊലി നമ്മൾ ഇതുകൊണ്ട് പീലർ ഉപയോഗിച്ച് കളയാറുണ്ട്. പക്ഷേ ഞാൻ ഞാൻ ആലോചിച്ചു, ക്യാബേജ് എനിക്ക് പൊതുവെ പച്ചക്കറി അരിയാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ വെജിറ്റബിൾ കട്ടറിനകത്ത് വെച്ചാണ് സാധാരണ അരിയാറുള്ളത്. അങ്ങനെ അരിയുമ്പോഴേ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത്. കനം കുറഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. ക്യാബേജ് ആണെങ്കിലും നമ്മൾ വെജിറ്റബിൾ കട്ടറിനകത്ത് അങ്ങനെ അരിഞ്ഞാൽ അങ്ങനെ അത്ര ശരിയാവാറില്ല. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ട് പിച്ചാത്തിയൊക്കെ മുറിച്ച് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിയാമെന്നും വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പീലർ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അരിഞ്ഞതാണ് ആ പാത്രത്തിൽ കാണുന്നത്. അപ്പം ഞാൻ അരിഞ്ഞപ്പോൾ നല്ല നിഷ്പ്രയാസം, വളരെ കനം കുറഞ്ഞ് നീളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അരിഞ്ഞ് കിട്ടുന്നു. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം. കുറച്ച് അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പ്രയോജനം. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ചുമ്മാ ജസ്റ്റ് ഇത് പരീക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിന് ഇങ്ങനത്തെ ഒരു പ്രയോജനം കൂടി ഉണ്ടെന്ന്. നിങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വളരെ നേർത്ത്, വളരെ കനം കുറഞ്ഞ് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ ക്യാബേജ് അരിയണമെന്ന് ഉദ്ദേശിക്കുന്നുവോ ആ രീതിയിൽ വളരെ കനം കുറഞ്ഞ് എന്നാൽ കുറച്ച് നീളത്തിലും നമുക്ക് അരിഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും ഈ പീലർ കൊണ്ട്. കണ്ടോ? നിഷ്പ്രയാസം വളരെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കുവാൻ സാധിക്കുന്നത് കണ്ടോ? കണ്ടോ? അപ്പം അറിയാൻ പാടില്ലാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വെജിറ്റബിൾ അരിയുമ്പോൾ ക്യാബേജ് ഇങ്ങനെ അരിയാനായിട്ട് നോക്കുക. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. നമ്മൾ ഫിംഗർ ക്യാപ്പൊക്കെ വെച്ച് നമ്മൾ പിച്ചാത്തി കൊണ്ട് എത്ര നേരം ഇങ്ങനെ അരിയുന്നത്, ഇതുപോലെ അരിഞ്ഞ് കിട്ടണമെങ്കിൽ. മറ്റുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് വെജിറ്റബിൾ കട്ടറിനകത്ത് വെച്ച് ഇച്ചിരി കട്ടിയുള്ളതൊക്കെ നമുക്കത് വെജിറ്റബിൾ കട്ടറിനകത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ക്യാബേജ് ഇങ്ങനെ സോഫ്റ്റ് ആയത് കാരണം കട്ടറിനകത്ത് വെച്ച് നമ്മൾ അരിഞ്ഞാലും ഇതുപോലെ ഈ ഒരു രീതിയിൽ കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മുടെ പീലർ നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി. വളരെ നിഷ്പ്രയാസം നമ്മൾക്ക് ക്യാബേജ് അരിയാൻ പറ്റും. ഇങ്ങനെ മറ്റുള്ള വെജിറ്റബിളൊക്കെ ഇങ്ങനെ അരിയാൻ പറ്റുമെന്ന് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യം ക്യാബേജാണ് ഇങ്ങനെ അരിഞ്ഞ് പരീക്ഷിച്ച് നോക്കിയത്. അത് ഏതായാലും സക്സസ് ആയി. ഇനി ഓരോന്ന് നോക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്യാരറ്റ് ഇങ്ങനെ പറ്റത്തില്ലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഇതുപോലെ ഈ ക്യാബേജിന് ഇങ്ങനെ ഇങ്ങനെ തട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അരിയാൻ പറ്റുന്നത്. ക്യാരറ്റിന് കിഴങ്ങിനൊന്നും പറ്റത്തില്ലായിരിക്കും. കണ്ടോ? ഇത്ര പെട്ടെന്നാണ് അരിഞ്ഞു കഴിഞ്ഞത്. ഞാൻ എൻ്റെ കട്ടിയുള്ള ഭാഗം ഞാൻ മാറ്റി, ബാക്കി എല്ലാം അരിഞ്ഞെടുത്തു. കണ്ടോ? ഇത്ര തിന്നായിട്ടാണെന്ന് നോക്കി. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് അറിയാവുന്നവരങ്ങ് സ്കിപ്പ് ചെയ്തേക്ക് കേട്ടോ. അറിയാൻ മേലാത്തവരെ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ.